ഹലോ ഫ്രണ്ട്സ്, ഇത് ബീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി മലൈ കോഫ്ത ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു 2 സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ. ആദ്യം കോഫ്ത ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ അതിനുവേണ്ടി 3 മീഡിയം സൈസ് പൊട്ടറ്റോ നല്ലതുപോലെ വേവിപ്പിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്യുമ്പം പീസ് ഇല്ലാതെ നല്ലതുപോലെ നമ്മൾ ഉടച്ചെടുക്കണം, അല്ലെങ്കിൽ കോഫ്ത ഉണ്ടാകുമ്പോൾ നല്ലതുപോലെ ഇരിക്കുകയില്ല. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കപ്പ് പനീർ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പനീർ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം, കഷ്ണമില്ലാതെ. അപ്പൊ അതും കൂടെ നമുക്ക് ഈ പൊട്ടറ്റോയുടെ കൂടെ ഇപ്പൊ ചേർക്കാം. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഉരുട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 വലിയ സ്പൂണ് കോൺഫ്ലവർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മൈദയാണെങ്കിൽ മൈദ ചേർത്താലും മതിയാകും. അപ്പൊ നമ്മൾ ഇന്ന് കോൺഫ്ലവർ ആണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ കോഫ്തയ്ക്ക് വേണ്ടി കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് കസൂരി മേത്തി, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ കോഫ്ത കുഴച്ച് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ കോഫ്തയ്ക്ക് നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. നല്ലതുപോലെ കൈ കൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. കോഫ്ത ഉരുട്ടിയെടുത്ത് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത്. നമ്മളിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിൽ ഒരു ഇത്തിരി എണ്ണ തൂത്തിട്ട് നല്ലതുപോലെ കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശകലം എണ്ണ ഒന്ന് തൂത്തിട്ട് ഇച്ചിരി വലിയ പോർഷനായിട്ട് ഇത്തിരി എടുക്കണം. നമ്മൾ ഇച്ചിരി ഒന്ന് നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഇത്തിരി ഫില്ലിങ് വെക്കുന്നുണ്ട്. കുറച്ച് ചീസ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി ചീസ്, കുറച്ച് കിസ്മസും കൂടി ഇതിനകത്തോട്ടൊന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്തെടുക്കാന്. നമ്മളിത് ഇത്തിരി നീളത്തിലാണ് കോഫ്ത റെഡിയാക്കി എടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ വെക്കാം ഇതിനകത്ത്. ഇല്ലെങ്കിൽ ചെറിയ ബോളായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുത്താലും മതിയാകും. നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്തതുപോലെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നമുക്കിത് ഇനി ഒരു കോൺഫ്ലവറിനകത്തൊന്ന് ചെറുതായിട്ട് കോട്ട് ചെയ്തിട്ട് വേണം എണ്ണയ്ക്കകത്ത് വറുക്കാന്. നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. കോഫ്തയൊക്കെ ഇത് കണ്ടോ നല്ലതുപോലെ നമ്മളൊന്ന് ഉരുട്ടി കോൺഫ്ലവർ മുക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളൊരു കടയിൽ കുറച്ച് എണ്ണ ഇത്തിരി കൂടുതലായിട്ട് ഒഴിക്കണം. നമ്മൾ ഈ കോഫ്തയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു സ്ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. പിന്നെ നമുക്ക് ഈ കോഫ്ത ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളൊന്ന് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയാണ് കോൺഫ്ലവർ മുക്കി എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്താൽ മതിയാകും. നമ്മുടെ കോഫ്തയൊക്കെ ഇതുണ്ട് ഒരുവിധം ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെക്കല്ലേ, മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. നമ്മൾ സ്റ്റീലിന്റെ ഒരു തവി വെച്ചിട്ട് കോഫ്ത ഒന്ന് ഇളക്കാൻ പോകരുത്, അതൊന്ന് പൊട്ടിപ്പോവും. അപ്പൊ കോഫ്ത ഇട്ട് കഴിഞ്ഞ എണ്ണയ്ക്കകത്താണെങ്കിലും നമ്മൾ തവി കൊണ്ട് ഇത്തിരി ഒന്ന് എണ്ണ മേളിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം കോഫ്തയുടെ മേളത്തെ ഭാഗം ഡ്രൈ ആയി ഇരിക്കരുത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട്. ഒരുപാട് സമയം വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊക്കെ ഒന്ന് ഒരു പ്ലേറ്റിലോട്ട് കോഫ്ത മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ആ കോഫ്ത വറുത്ത എണ്ണയ്ക്കകത്തുനിന്ന് ഒരു 3 വലിയ സ്പൂണ് എണ്ണ എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് തന്നെ എടുക്കാം. കുറച്ച് ഗരം മസാല നമ്മൾ മൊത്തത്തോടെ ചേർത്ത് കൊടുക്കാം. 4 ഏലക്കായ, 4 ഗ്രാമ്പു, 2 തച്ചോലം, ഒരു ചെറിയ 2 കഷ്ണം കറുവാപ്പട്ട. നമ്മൾ അതിന് കറുവാട ഇലയും കൂടെ 2 കഷ്ണം ഇലയും കൂടെ ഇതിനകത്തോട്ട് എണ്ണയിലോട്ട് ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് എണ്ണയിലൊന്ന് മൂത്ത് വന്നാൽ മതിയാവും.
ഒരു കറുവപ്പട്ടയൊക്കെ ഒന്ന് അതിന്റെ മണം കിട്ടും എണ്ണയിൽ ഇടുമ്പോൾ നല്ലതുപോലെ. 2 വലിയ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ഒരുപാട് മൂത്ത് പോകാതെ കളർ മാറിപ്പോകാതെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാകും. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഗ്രേവിക്ക് നല്ലപോലെ 2 വലിയ സവോള മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴായിരിക്കും ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ചെറിയതാണെങ്കിൽ 3 എണ്ണം എടുക്കണം, വലിയ സവോള 2 എണ്ണം നല്ലതുപോലെ ഒന്ന് അരച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മസാല ചേർക്കാം. അപ്പൊ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം ഗ്രേവിക്കുള്ള. അപ്പൊ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/4 സ്പൂണോളം കസൂരി മേത്തി. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിച്ചുണ്ടാക്കുവാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ കൂടുതൽ ഹെവി ആയി പോകുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് എണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ഒഴിച്ചുണ്ടാക്കുവാണെങ്കിലും നല്ലതായിരിക്കും, ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലായിരിക്കും. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ 2 തക്കാളി, ഇതും നമ്മൾ മിക്സിക്കകത്ത് നല്ലതുപോലെ അരച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് ഇളക്കാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതിയായിരിക്കും. അപ്പം നമുക്ക് ആ സമയത്ത് ഇത് നമ്മൾ ഒരു 20 കപ്പലണ്ടി കാഷ്യൂനട്ട്, ഒരു 20 ബദാമും കൂടി ഒന്ന് മിക്സിക്കകത്ത് നല്ലതുപോലെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പം മെലൺ സീഡ് ഉള്ളവരാണെങ്കിൽ അത് ചേർക്കാം, വെളുത്ത എള്ളുള്ളവർ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ച് നല്ലതുപോലെ അരച്ചെടുത്താൽ മതിയാകും. ഇവിടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ഗ്രേവി ഒന്ന് നല്ലതുപോലെ മിക്സായി കിട്ടുന്നത്. അപ്പം ഈ സമയത്ത് ഗ്രേവിക്കുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം കോഫ്തയ്ക്കകത്ത് ഉപ്പ് ഇട്ടതാണ്, അപ്പം ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മലയും എടുത്ത് വെച്ചിട്ടുണ്ട്. മലയെന്ന് പറഞ്ഞാൽ നമ്മൾ പാലിൻ്റെ ഈ പാട എടുത്ത് ഒന്ന് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം മലൈ കോഫ്ത നല്ല പേര്. അപ്പം ഇത്തിരി മലയും നല്ലതുപോലെ നമ്മൾ ക്രീം ഒന്ന് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രീം ചേർക്കാം. അപ്പം ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് കുറച്ച് ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം. ക്രീം ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കണം, അല്ലെങ്കിൽ ക്രീം അങ്ങോട്ട് പെട്ടെന്ന് നെയ്യായി പോവും. ഇനി നമുക്ക് ഇതിനകത്ത് കോഫ്ത ഇട്ടെടുക്കാം. നമ്മുടെ മലൈ കോഫ്ത നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നമ്മുടെ മലൈ കോഫ്ത നല്ല റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക് നാനിനൊക്കെ കൂട്ടാനാണ് ഇത് വളരെ ടേസ്റ്റ്. നമുക്കൊരു ഇത്തിരി ചീസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ റെസിപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.